24 hours തികയാതെ വരുന്ന ദിവസം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന്. രാവിലെ തന്നെ പോകുന്നത് ഹെൽത്ത് സെൻ്ററിലോട്ടാണ്, അതായത് ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അവിടെ പോയിട്ട് കുറച്ച് ടാബ്ലറ്റൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ വാങ്ങി. ഹെൽത്ത് സെൻ്ററിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നല്ലൊരു കഫ്റ്റേരിയ ഉണ്ട്, അവിടുന്ന് ഒരു ചായയൊക്കെ വാങ്ങുകയാണ്. നല്ല ചായ ആയിരുന്നു കേട്ടോ, ടീ വേ, നല്ല കറക്ക്. അപ്പോൾ അതൊക്കെ വാങ്ങി കുടിച്ചു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ റോണക്കിലൊന്ന് പോകാനുണ്ട്, കുറച്ച് ചാർട്ട് പേപ്പേഴ്സ് വാങ്ങാനുണ്ട്. അപ്കമിങ് ഒരു പ്രോഡക്റ്റ് ഷൂട്ട് വരുന്നുണ്ട്, കുറച്ച് ക്ലയൻറ്റിന് ആ കളേഴ്സൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് അതിൻ്റെ അപ്രൂവലൊക്കെ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. റോണക്കിൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസും കൂടിയാണ് കേട്ടോ. ഈ വിൻഡോ ഷോപ്പിങ്ങിന് പറ്റിയൊരു പരിപാടിയാണ്. നല്ല അടിപൊളി പുതിയ ഐറ്റംസുകൾ, അങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. നല്ല പീസ് ആൻഡ് കാമായിട്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ഷൂട്ടുണ്ട്. വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ആയതിൻ്റെ ശേഷം നേരെ ഷൂട്ടിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഒരു ഏകദേശം വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് റണ്ണിങ് മാത്രമേ ഉള്ളൂ. ഒരു മെഡിക്കൽ സെൻറ്ററിൻ്റെ റീൽ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ അവിടുത്തെ പരിപാടികളൊക്കെ തീർന്നു. ഇനി ഈവനിങ് ആണ് ഷൂട്ടുള്ളത്. ലുസൈലിൽ ന്യൂലി ഓപ്പൺ ആയിട്ടുള്ള ഒരു സപ്ലിമെൻറ്റ് സ്റ്റോർ ഉണ്ട്, അപ്പോൾ അതിൻ്റെ കുറച്ച് റീൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇവിടെ ഖത്തറിൽ പവർഫുള്ളായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് കമ്പനി ഉണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ഷൂട്ട് ഉണ്ടായിരുന്നത്. അവർക്ക് മൂഡ് ബോർഡ് ഉള്ളത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടോ. 1 hour കൊണ്ട് തന്നെ നമുക്ക് ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇനി നേരെ പോകുന്നത് ദോഹ പോർട്ടിലോട്ടാണ്. ഇവിടെ കൈറ്റ് ഫെസ്റ്റിവൽ നടക്കുകയാണല്ലോ, അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാനുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ദോഹ പോർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ ഏകദേശം ഒരു 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. പിന്നെ അവിടെ തന്നെ കൂടുതൽ നേരം നമ്മൾ നിന്നു. നല്ല വൈബായിരുന്നു ഈവനിങ്, നല്ല തണുപ്പും കാറ്റൊക്കെ ആയിട്ട്. 9 മണി ആകുമ്പോൾ ഇവിടുന്ന് ഈ ഫയർ വർക്ക് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അങ്ങനെ ഫയർ വർക്കൊക്കെ അവിടുന്ന് കണ്ടു. നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ദോഹ പോർട്ടിൽ നിന്ന് ഫയർ വർക്ക് കാണാൻ. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.